ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോട്ടലിലെല്ലാം കിട്ടുന്ന ഒരു ബിഗ് പൂരിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അത് മുഴുവനായിട്ട് ചേർക്കേണ്ട, കുറേശ്ശെ ചേർക്കണം. അധികം ലൂസായി പോകരുത്, നമ്മുടെ മാവ് അധികം ലൂസായി പോകരുത്. കുറേശ്ശെയായിട്ട് ചേർത്ത് കുഴച്ചെടുക്കാം. ഞാൻ ഇവിടെ വിട്ടു പോയതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്. സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഒലീവ് ഓയിലാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് ടൈറ്റായിട്ട് കുഴച്ചെടുക്കുക. ടൈറ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. ലൂസായ നമ്മുടെ പൂരി എണ്ണ കുടിക്കും. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇതൊരു 2 മിനിറ്റ് അവിടെ മാറ്റി വെക്കാം. ഇവിടെ 1/2 കപ്പ് വെള്ളത്തിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ബാക്കിയുണ്ട്. കറക്റ്റ് 2 ടേബിൾ സ്പൂൺ ബാക്കി വന്നിട്ടുണ്ട്. കാണിച്ചു തരാം. ഒരു ചപ്പാത്തി പലകയിൽ ഒരു പൂരിനെക്കാട്ടി വലിപ്പമുള്ള ഉരുളെടുക്കുക. എന്നാൽ ചപ്പാത്തിൻ്റെ അത്രയും വലിപ്പം വേണ്ട. മൈദ വെച്ചതിന് ശേഷം ഇത് പരത്തിയെടുക്കുക. അവിടെ നൈസായിട്ടാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും നൈസ് വേണ്ടെങ്കിൽ കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കാം. കുറച്ച് പൂരി കുഴക്കുമ്പോൾ തന്നെ കുറച്ച് കട്ടിയിൽ, ഏത് പൂരിക്കും കുറച്ച് കട്ടിയിൽ കുഴച്ചെടുത്താൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കുകയില്ല. നിങ്ങളെ ചീൻചട്ടിയുടെ വലിപ്പം അനുസരിച്ച് പരത്തിയെടുത്താൽ മതി. ഞാൻ ഇവിടെ ചീൻചട്ടിയിൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ചൂടായതിന് ശേഷം മീഡിയം തീയിൽ വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. മീഡിയം തീയിൽ വെച്ചിട്ട് പൂരി ഇട്ട് കൊടുക്കാം. നേരത്തെ പരത്തി വെച്ചിരിക്കുന്ന പൂരി ഇട്ട് കൊടുക്കാം. ഇതേപോലെ എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കാം. എന്നാലേ പൊന്തി വരും. അത്യാവശ്യത്തിന് ഓയിൽ വേണം ഇതിലേക്ക് പൊരിച്ചെടുക്കാനായിട്ട്. ഇതൊരു സൈഡ് ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. എൻ്റെ ചീൻചട്ടി ചെറുതായത് കൊണ്ടാണ് കുറച്ച് ചെറിയ പൂരിയായത്. നിങ്ങൾ ചീൻചട്ടി വലുതെങ്കിൽ വലിയ പൂരി ചുട്ടെടുത്താൽ മതി. ഒരാൾക്ക് 2 പൂരി മതി ഇത് കഴിക്കാൻ വേണ്ടി. ഇനി ഇത് എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല, ഒട്ടും തന്നെ എണ്ണൊന്നും കുടിച്ചില്ല. ഇത് കോരി മാറ്റിയിട്ടുണ്ട്. ഇതേപോലെ എല്ലാം ചുട്ടെടുക്കാം. കണ്ടില്ലേ, നല്ല നൈസായിട്ടുള്ള പൂരിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി മറ്റൊരു റെസിപ്പീസുമായി വരുന്നവരെ ബായ്.